കുപ്പത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. കോൺഗ്രസിന്റെ തളിപ്പറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ കളക്ടർ നിർദ്ദേശിച്ച സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. കണ്ണൂരിൽ നിന്ന് ബെൻസൺ ബാബുവിന്റെ വിവരങ്ങളുമായി. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ഈ കുപ്പത്തെ മണ്ണിടിച്ചിലിന് പിന്നാലെ തന്നെ അവിടെ വലിയ ജനകീയ പ്രക്ഷോഭമൊക്കെ നടന്നതാണ്. കളക്ടർ എത്താതെ ഉപരോധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ രംഗത്തിറങ്ങുകയും പ്രതിഷേധവും ഉപരോധവും ഒക്കെ നടത്തിയതാണ്. പിന്നീട് കളക്ടർ ഒരു ഉറപ്പ് നൽകുന്നു. ആ സമയ കാലാവധി കൂടി ഇന്ന് അവസാനിക്കുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഉപരോധം നിശ്ചയിച്ചിരിക്കുന്നത്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി ഇവിടെ ഒരു ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത്. നിലവിൽ ഞാൻ നിൽക്കുന്നത് ഈ മണ്ണിടിഞ്ഞ ആ പ്രദേശത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ കളക്ടർ, റവന്യൂ ഉദ്യോഗസ്ഥരുടെ അതോടൊപ്പം തന്നെ കരാർ കമ്പനി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഈ പ്രദേശത്തെ വീട്ടുകാരുമായി സംബന്ധിച്ചു. നിലവിൽ ഇവിടെ നിന്നും ഇനി ഏതെങ്കിലും തരത്തിൽ മഴയെല്ലാം കാര്യമായി പെയ്യുകയാണെങ്കിൽ തന്നെ കാര്യമായി ചെളിയും മണ്ണും ഈ തൊട്ട് സമീപത്തെ വീടുകളിലേക്ക് എത്താത്ത തരത്തിൽ കാര്യങ്ങൾ നിലവിൽ താൽക്കാലിക പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് കളക്ടർ ഈ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ തൊട്ട് സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ താഴത്തെ ഈ നിലവിൽ NH 66 റോഡിന്റെ തൊട്ട് മണ്ണിടിഞ്ഞ ഭാഗത്തിന് തൊട്ട് മുകളിലായി കാണുന്ന ആ ഭാഗത്താണ് ഏറ്റവും അവസാനമായി മണ്ണിടിഞ്ഞിട്ടുള്ളത്. അവിടെ അതിന് തൊട്ട് താഴെ ചേർന്ന് കാണുന്നത് സർവീസ് റോഡാണ്. അതായത് താഴത്തെ റോഡിന് തൊട്ട് മുകളിൽ സർവീസ് റോഡ്, അതിന് മുകളിൽ വീടുകളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെയുണ്ട്. ആ സർവീസ് റോഡിന് തൊട്ട് ചേർന്നിട്ടുള്ള ആ സിമന്റ് തേച്ച് ഒട്ടിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ സിമന്റ് പതിപ്പിച്ച് വെച്ചിരുന്ന ആ പ്രദേശം കൂടി കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെയോട് കൂടി ഇടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ രാവിലത്തേനേക്കാളും കുറച്ചധികമായി ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ തൊട്ട് ചേർന്ന് പോസ്റ്റ് ഉണ്ട്, വൈദ്യുതി പോസ്റ്റ് ഒക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നിലവിൽ മഴ കനക്കുമ്പോൾ മണ്ണ് ഇടിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇവിടെയുള്ളത്. അതിനൊരു പരിഹാരം എന്നത് നിലവിൽ ചെയ്തിട്ടുള്ള ഒരു താൽക്കാലിക പരിഹാരം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇത്തരത്തിലാണ്. അതായത് മണ്ണിടിയാതിരിക്കാൻ വേണ്ടി വലിയ രീതിയിൽ ചരലുകൾ കൊണ്ടുവന്ന് ആ സൈഡിൽ ചേർത്ത് വെച്ചിട്ടുള്ള, അതായത് മണ്ണ് താഴേക്ക് വീഴാതിരിക്കാൻ ചരൽ കല്ലുകൾ ചേർത്ത് വെച്ച് ഒരു താൽക്കാലിക പരിഹാരം കാണുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സോയിൽ നെയിലിംഗ് കൂടി ചെയ്ത് ആ മണ്ണ് കൂടുതലായി ഇടിയാതിരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇടിയാതിരിക്കാനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് കളക്ടർക്കും അതോടൊപ്പം തന്നെ ഇന്നലെ കെ സുധാകരൻ MP അടക്കമുള്ള ആളുകൾ ഇവിടെ പരിശോധന നടത്തിയിരുന്നു, അല്ലെങ്കിൽ ഇവിടെ എത്തിയ ആളുകളെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് അത്തരത്തിലാണ്. അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ചരലുകൾ കൊണ്ട് ഒരു വലിയ പ്രതിബന്ധം അവിടെ സൃഷ്ടിക്കുക, അതിനുശേഷം മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നതാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ റോഡിന്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ് നിരവധി വീടുകളുള്ളത്. ആ വീടുകളിലേക്കാണ് ഇവിടെ നിന്നും ഇടിയുന്ന മണ്ണ്, ചെളി എല്ലാം കൂടി അവിടേക്ക് എത്തുകയും ആ വീടുകൾക്കുള്ളിലേക്കും വീട്ടുപറമ്പുകൾക്കുള്ളിലേക്കും എല്ലാം എത്തുകയും വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ അതിനൊരു പരിഹാരമായി ഈ പ്രദേശത്ത് തന്നെ ഒരു ഡ്രൈനേജ് കൂടി നിർമ്മിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കടന്നിട്ടുണ്ട്. ആ ഡ്രൈനേജ് വഴി നിലവിൽ ഇപ്പോൾ വരുന്ന വെള്ളവും ചെളിയും എല്ലാം ആ ഡ്രൈനേജ് വഴി പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിലൊരു താൽക്കാലിക പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് കളക്ടർ ഇന്നലെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ കണ്ണൂർ കുപ്പത്ത് ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ബെൻസൺ ബാബു.